ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീമദ് മഹാഭാഗവതം അഷ്ടമസ്കന്ധം ദശമോധ്യായഃ. 10ാമത്തെ അധ്യായത്തിൽ തങ്ങളെ ചതിച്ചതിലുള്ള ദേഷ്യത്തിൽ അസുരന്മാർ ദേവന്മാരോട് യുദ്ധം തുടങ്ങിയതും അസുരന്മാരുടെ മായാപ്രയോഗങ്ങളാൽ ദേവന്മാർ വിഷമിച്ചപ്പോൾ ഭഗവാൻ തന്നെ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതും ഈ ഒരു അധ്യായത്തിൽ വിസ്തരിക്കുന്നു. ശ്രീ ശുക ഉവാച. 1ാമത്തെ ശ്ലോകം. ഇതി ദാനവദൈത്യേയാഃ ന അവിന്ദൻ അമൃതം നൃപ യുക്താഃ കർമ്മണി യത്താശ്ച വാസുദേവ പരാങ്മുഖാഃ. രാജാവേ, ഇപ്രകാരം ഇതി ദാനവദൈത്യേയാഃ, ആ അസുരന്മാർ കർമ്മണി യുക്താഃ, പാലാഴി മഥനം എന്ന കർമ്മത്തിൽ ദേവന്മാരോട് യോജിച്ചു, യത്താഃ ച, യത്നിച്ചവരായിരുന്നെങ്കിലും അവർ വാസുദേവ പരാങ്മുഖാഹ, വിഷ്ണുഭക്തി വിമുഖന്മാരായിരുന്നതുകൊണ്ട് അമൃതം ന അവിന്ദൻ, അമൃതിനെ നേടുകയുണ്ടായില്ല. ഇവിടെ വലിയൊരു സത്യമാണ് പറയുന്നത്. ഒരു പ്രാപഞ്ചിക സത്യത്തെക്കുറിച്ച് പറയുകയാണ്. ദേവന്മാർ എപ്പോഴും ഭഗവാനെ ആശ്രയിച്ച് എന്ത് പ്രശ്നത്തിനും ഭഗവാനെ ആശ്രയിക്കുന്നവരായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സജ്ജനങ്ങളെയാണ് ദേവന്മാർ എന്നതുകൊണ്ട് ഇവിടെ പ്രതീകാത്മകമായി പറഞ്ഞിരിക്കുന്നത്. അതേസമയം അസുരന്മാർ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിന്റെ സുഖം അനുഭവിക്കാം, ഈ ലോകത്തിൽ നിന്നുള്ള സുഖം അനുഭവിക്കാം, അവനവന്റെ കഴിവിലുള്ള അഹങ്കാരം കൊണ്ട് ഞാൻ ഇന്നത് നേടും എന്നൊക്കെ പറയുന്നവരാണ് ഈ ആസുരികമായ ചിന്താഗതി ഉള്ളവർ. അവർക്കൊരിക്കലും ഭഗവത് ഭക്തിയാകുന്ന അമൃതരസം നുകരാൻ സാധിക്കില്ല. അതേസമയം എപ്പോഴും ഭഗവാനിൽ ശരണാഗതി അടഞ്ഞ് ഭഗവാൻ തന്നെ സംരക്ഷിക്കുന്നു എന്ന ഭാവത്തിൽ ജീവിക്കുന്ന ഒരാൾ എപ്പോഴും തന്നെ ഈ അമൃതാനന്ദം നുകരുന്നവരാണ്. 2ാമത്തെ ശ്ലോകം. സാധയിത്വാ അമൃതം രാജൻ പായയിത്വാ സ്വകാൻ സുരാൻ പശ്യതാം സർവഭൂതാനാം യയൗ ഗരുഡവാഹനഃ. ഹേ രാജൻ, അമൃതം സാധയിത്വാ, അമൃതിനെ കടഞ്ഞെടുത്തിട്ട്, സ്വകാൻ, തന്നെ ആശ്രയിക്കുന്ന സുരാൻ, ദേവന്മാരെ പായയിത്വാ, പാനം ചെയ്യിച്ച ശേഷം, സർവഭൂതാനാം പശ്യതാം, എല്ലാവരും നോക്കി നിൽക്കെ, ഗരുഡവാഹനഃ യയൗ, ഭഗവാൻ ഗരുഡവാഹനനായിട്ട് യാത്രയായി. ഭഗവാൻ അവിടെ നിന്ന് അപ്രത്യക്ഷമായതും ഈ ശത്രുക്കളുടെ ഉന്നതമായ സമൃദ്ധിയെ കണ്ടിട്ട് സഹികെട്ട അസുരന്മാർ ആയുധമേന്തിക്കൊണ്ട് ദേവന്മാർക്ക് നേരെ കുതിച്ചു ചാടി. 3. സപത്നാനാം പരാം ഋദ്ധിം ദൃഷ്ട്വാ തേ ദിതി നന്തനാഃ അമൃഷ്യമാണാഃ ഉത്പേതുഃ ദേവാൻ പ്രതി ഉദ്യതായുധാഃ. സപത്നാനാം, ശത്രുക്കളുടെ, പരാം ഋദ്ധിം, അവർക്ക് അമൃതം ലഭിച്ചു, അവരുടെ ആ ഒരു ഓജസ് തിരിച്ചു കിട്ടി, ഇങ്ങനെയുള്ള സമൃദ്ധിയെ കണ്ട്, ദൃഷ്ട്വാ അമൃഷ്യമാണാഃ, സഹികെട്ടവരായി തീർന്ന തേ ദിതിനന്ദനാഃ, ആ ദൈത്യന്മാർ, ഉദ്യതായുധാഃ, ആയുധമേന്തിക്കൊണ്ട്, ദേവാൻ പ്രതി ഉത്പേതുഃ, ദേവന്മാർക്ക് നേരെ കുതിച്ചു ചാടി. 4ാമത്തെ ശ്ലോകം. തതഃസുരഗണാഃ സർവേ സുധയാ പീതയാ ഏധിതാഃ പ്രതിസംയുയുധുഃ ശസ്ത്രൈർ നാരായണപദാശ്രയാഃ. അതേസമയം തതഃ പീതയാ, അന്നേരം പാനം ചെയ്യപ്പെട്ട സുധയാ, അമൃതത്താൽ ഏധിതാഃ, ശക്തിയാർജിച്ച സുരഗണാഃ, ദേവസമൂഹം, സർവേ, എല്ലാവരും, നാരായണപദാശ്രയാഃ, ഭഗവാന്റെ ആ പാദാരവിന്ദങ്ങളെ സർവാത്മന ആശ്രയിച്ചുകൊണ്ട്, ശസ്ത്രൈഹി പ്രതിസംയുയുധുഃ,
ആയുധങ്ങളോടെ ചെറുത്തുനിന്നു. അവർക്ക് ആ നഷ്ടപ്പെട്ട ബലമെല്ലാം തിരിച്ചു കിട്ടിയിരുന്നു. 5-ാമത്തെ ശ്ലോകം. തത്ര ദേവാസുരോ നാമരണ പരമദാരുണഃ രോധസി ഉദന്വതോ രാജൻ തുമുലോ രോമഹർഷണഃ. ഹേ രാജൻ, തത്ര ഉദന്വതഃ, അവിടെ ആ സമുദ്രത്തിന്റെ രോധസി, തീരപ്രദേശത്ത് വെച്ച്, പരമദാരുണഃ, അതിഭീഷണവും, തുമുലഃ, കോലാഹല ബഹളവും, രോമഹർഷണഃ, രോമാഞ്ചകാരിയുമായ വിഖ്യാതമായ യുദ്ധമുണ്ടായി. ഈ നടന്ന യുദ്ധത്തിന്റെ പേരാണത്രേ ദേവാസുരം. അതാണ് ദേവാസുര നാമ രണഃ. ദേവാസുരം എന്ന പേരിൽ വിഖ്യാതമായ യുദ്ധമുണ്ടായി. 6-ാമത്തെ ശ്ലോകം. തത്ര അന്യോന്യം സപത്നാഹത്തെ സംരബ്ധ മനസോരണേ സമാസാദ്യ അസിഭിർബാണേ നിജഘ്നുഹു വിവിധ ആയുധൈഹി. തത്ര രണേ, ആ യുദ്ധത്തിൽ വെച്ച്, സപത്നാഹ, ശത്രുക്കളും, സംരബ്ധ മനസഹ, മനസ്സിൽ കോപാവേശം കയറിയവരുമായ തേ, അവർ, സമാസാദ്യ, നേർക്കുനേരെതിരിട്ട്, അസിഭിഹി, വാളുകൾ കൊണ്ടും, ബാണൈഹി, ശരങ്ങൾ കൊണ്ടും, വിവിധ ആയുധൈഹി, നാനാതരം ആയുധങ്ങൾ കൊണ്ടും, അന്യോന്യം നിജഘ്നുഹു, പരസ്പരം പ്രഹരിച്ചു. 7-ാമത്തെ ശ്ലോകം. ശംഖതൂര്യ മൃദംഗാനാം ഭേരി ഡമരിണാം മഹാൻ ഹസ്തി അശ്വരഥപത്തീനാം നദതാം നിസ്വനോ അഭവത്. ശംഖ്, തൂര്യം എന്നാൽ കൊമ്പ്, മൃദംഗം മദ്ദളം ഇവയുടെയും, ഭേരി പെരുമ്പറ, ഡമരി കടുന്തുടി ഇവയുടെയും, നദതാം ഒച്ചപ്പാടുണ്ടാക്കുന്ന, ഹസ്തി അശ്വ രഥ പത്തി ആന, കുതിര, തേര്, കാലാൾപ്പട ഇവയുടെയും മഹാൻ നിസ്വനഹ അഭവത്. ഇങ്ങനെ ഒരു വലിയ കോലാഹലം തന്നെ അവിടെ ഉണ്ടായി. ഇനി ഒരു യുദ്ധമുറ എന്ന് വെച്ചാൽ തേര് ഉള്ളവർ, തേർപ്പടകൾ തേർപ്പടകളോടും ഇങ്ങനെയാണ് അവർ യുദ്ധം ചെയ്യേണ്ടത്. അപ്പൊ ആ രീതിയിൽ യുദ്ധം ചെയ്തതിനെ കുറിച്ച് പറയുന്നു 8-ാമത്തെ ശ്ലോകം. രഥിനോ രഥിഭിഹി തത്ര പത്തിഭിഃ സഹ പത്തയഃ ഹയാ ഹയൈഹി ഇഭാഹ ച ഇഭൈഹി സമസജ്ജന്ത സംയുഗേ. അങ്ങനെയുള്ള ആ തത്ര സംയുഗേ, ആ യുദ്ധത്തിൽ, രഥിനഃ രഥിഭിഹി, തേർപ്പടകൾ തേർപ്പടകളോടും, പത്തയഃ പത്തിഭിഹി, കാലാൾപ്പടകൾ കാലാൾപ്പടകളോടും, ഹയാഹ ഹയൈഹി, കുതിരപ്പടകൾ ആ അസുര സൈന്യത്തിന്റെ കുതിരപ്പടകളോടും, ഇഭാഹ ഇഭൈഹി ച, ആനപ്പടകൾ ആനപ്പടകളോടും സഹ സമസജ്ജന്ത, ഏറ്റുമുട്ടി. 15 ശ്ലോകം വരെ ഈ ഒരു യുദ്ധത്തിന്റെ ഒരു വലിയ വർണ്ണന തന്നെയാണ്. ഇനി അസുരനായകനായ ബലിയുടെ മഹത്വവും ആ ബലിയുടെ ആ യുദ്ധത്തിലെ ഒരു എടുപ്പുമൊക്കെ പറയുകയാണ്. 16, 17, 18 ശ്ലോകങ്ങൾ. വൈരോചനോ ബലിഹി സംഖ്യേ സോ അസുരാണാം ചമൂപതിഹി യാനം വൈഹായസം നാമ കാമകം മയ നിർമ്മിതം. 17. സർവസാംഗ്രാമികോപേതം സർവാശ്ചര്യമയം പ്രഭോ അപ്രതർക്യം അനിർദ്ദേശ്യം ദൃശ്യമാനം അദർശനം. 18. ആസ്ഥിതഃ തദു വിമാനാഗ്ര്യം സർവാനീകാധിപൈർവൃത ബാലവ്യജന ചിത്രാഗ്രൈരേജേ ചന്ദ്ര ഇവോദയേ തസ്യ ആസൻ സർവതോ യാനൈ യൂഥാനാം പതയോ അസുരാഹ. ഈ സംഖ്യ യുദ്ധത്തിൽ അസുരാണാം ചമൂപതിഹി, അസുരന്മാരുടെ സർവസൈന്യാധിപൻ, വൈരോചനഃ, വിരോചനപുത്രനായ ബലിഹി, ബലിചക്രവർത്തിയായിരുന്നു. പ്രഭോ, സഹ, ആ ബലി, മയനിർമ്മിതം, മയൻ എന്ന അസുരശില്പിയാൽ നിർമ്മിക്കപ്പെട്ടതും, കാമകം, സ്വേച്ഛാനുസാരം സഞ്ചരിക്കുന്നതും, വൈഹായസം നാമ യാനം, വൈഹായസം എന്നു പേരുള്ള ആ വിമാനത്തിൽ ആസ്ഥിതഃ, കയറിയിരുന്നു. തത് വിമാനാഗ്രം, ആ മഹാവിമാനം, സർവസാംഗ്രാമികോപേതം, എല്ലാ സമര സാമഗ്രികളോടുകൂടിയതും, സർവ ആശ്ചര്യമയം, എല്ലാവിധ അദ്ഭുത വിദ്യകളുള്ളതും, ദൃശ്യമാനം, ചിലപ്പോൾ കാണപ്പെടുന്നതും, അദർശനം എന്നാൽ ചിലപ്പോൾ കാണില്ല, അപ്രത്യക്ഷമാകും,
ഇങ്ങനെ അപ്രതർക്യം, ദുരൂഹവും അനിർദ്ദേശ്യം, അനിർവചനീയവും ആയിരുന്നു. സർവാനീകാധിപൈഹി, സകല സൈനികന്മാരാലും, വൃതഃ പരിവൃതനായ ബലി, ബാലവ്യജന ഛത്രാഗ്രേഹി, വെഞ്ചാമരങ്ങൾ, വെൺകൊറ്റക്കുട എന്നിവയോടുകൂടി, ഉദയേ ചന്ദ്രഹ ഇവ, ഉദയപർവ്വതത്തിൽ ചന്ദ്രൻ എന്ന പോലെ, രേജേ വിളങ്ങി. തസ്യ സർവതഃ, ആ മഹാബലിയുടെ എല്ലാ ഭാഗത്തും, യൂഥാനാം പതയഃ, ഓരോ സംഘങ്ങളുടെ നായകന്മാരായ അസുരാഹ, അസുരന്മാർ, യാനൈഹി ആസൻ, വിമാനങ്ങളിലേറി തയ്യാറായിരുന്നു. ഈ അസുര നായകന്മാരുടെ പേരുകളാണ് 22 വരെയുള്ള ശ്ലോകത്തിൽ. നമുചി, ശംബരൻ, ബാണൻ, വിപ്രചിത്തി, ഇങ്ങനെ കുറെ പേരുണ്ട്. കപിലൻ, മേഘദുന്ദുഭി, ശുംഭൻ, നിശുംഭൻ, ജംഭൻ, അരിഷ്ടനേമി, മയൻ, പിന്നെ പൗലോമന്മാർ, കാലേയന്മാർ, നിവാത കവചന്മാർ, ഇത്രയും അസുര സംഘങ്ങളായിരുന്നു ഈ ബലിയുടെ കൂടെ ഉണ്ടായിരുന്നത്. 23-ാമത്തെ ശ്ലോകം. അലബ്ധഭാഗാഃ സോമസ്യ കേവലം ക്ലേശഭാഗിനഃ സർവേ ഏതേ രണമുഖേ ബഹുശോ നിർജിതാമരാഃ സിംഹനാദാൻ വിമുഞ്ചന്ത ശംഖാൻ ദദ്മു മഹാസ്വനാൻ. ആ രണമുഖേ, പടക്കളത്തിൽ വെച്ച്, ബഹുശഃ നിർജിത അമരാഹ, പലതവണ ദേവന്മാരെ പരാജയപ്പെടുത്തിയവരും, സോമസ്യ അമൃതിന്റെ അലബ്ധഭാഗാഹ, പങ്ക് കിട്ടാത്തവരും, കേവലം ക്ലേശഭാഗിനഃ, ഈ പാലാഴി മഥനത്തിന്റെ ക്ലേശം മാത്രം പങ്കിട്ടെടുത്തവരും ആയിരുന്ന ഏതേ സർവേ, ഇവരെല്ലാവരും, സിംഹനാദാൻ വിമുഞ്ചന്തഃ, സിംഹനാദങ്ങളെ അയച്ചു വിട്ടുകൊണ്ട്, മഹാസ്വനാൻ, അതിമുഴക്കമുള്ള ശംഖാൻ ദദ്മുഹു, ശംഖുകളെ ഊതിത്തുടങ്ങി. 24-25 ശ്ലോകങ്ങൾ. ദൃഷ്ട്വാ സപത്നാൻ ഉത്സിക്താൻ വലഭിത് കുപിതോ ഭൃശം ഐരാവതം ദിക്കരിണം ആരൂഢ ശുശുഭേ സ്വരാട് യഥാ സ്രവത് പ്രസ്രവണം ഉദയാദ്രിം അഹർപതിഹി. ഉത്സിക്താൻ, ബലം കൊണ്ട് ഗർവിതരായ തങ്ങളുടെ സപത്നാൻ, ശത്രുക്കളായ അസുരന്മാരെ, ദൃഷ്ട്വ കണ്ടിട്ട്, വലഭിത് ദേവേന്ദ്രൻ, ഭൃശം കുപിതഃ അത്രയും അരിശത്തോടുകൂടെ അങ്ങനെ നിന്നു, ഐരാവതം ദിക്കരിണം, ഐരാവതമെന്ന ദിഗ്ഗജത്തെ, ആരൂഢ ആരോഹണം ചെയ്ത, സ്വരാട് ആ സ്വർലോകപതി, സ്രവത് പ്രസ്രവണം അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന, ഉദയാദ്രി ഉദയപർവ്വതത്തെ, അഹർപതിഹി ആ ഉദയപർവ്വതത്തിൽ കയറി നിന്ന സൂര്യൻ എന്നതുപോലെ, ശുശുഭേ ശോഭിച്ചു. 26-ാമത്തെ ശ്ലോകം. തസ്യ ആസൻ സർവതോ ദേവാ നാനാവാഹധ്വജായുധാഃ ലോകപാലാഃ സഹ ഗണൈർ വായു അഗ്നി വരുണാദയഃ. തസ്യ ആ ദേവേന്ദ്രന്റെ, സർവതഃ എല്ലാ വശത്തും, നാനാവാഹ ധ്വജായുധാഃ പലതരം വാഹനങ്ങളും കൊടികളും ആയുധങ്ങളുമുള്ള, ദേവാഹ ഗണൈഹി ദേവന്മാരും അവരവരുടെ ഗണങ്ങളോടും, സഹ ഒത്തുചേർന്ന്, വായു അഗ്നി വരുണാദയ ലോകപാലാഹ ഈ ലോകപാലന്മാരെല്ലാം അസൻ ഉണ്ടായിരുന്നു. 27-ാമത്തെ ശ്ലോകം. തേ അന്യോന്യം അഭിസംസൃത്യ ക്ഷിപന്തോ മർമ്മഭിർമിഥ ആഹ്വയന്തോ വിശന്തോ അഗ്രേ യുയുധുർദ്വന്ദ്വയോധിനഃ. ഈ ദേവാസുരന്മാർ തേ അന്യോന്യം അഭിസംസൃത്യ തമ്മിൽ തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടി, മർമ്മഭിഹി മർമ്മഭേദികളായ വാക്കുകളാൽ ക്ഷിപന്തഃ അധിക്ഷേപിച്ചും, ആഹ്വയന്തഃ വെല്ലുവിളിച്ചും, അഗ്രേ വിശന്തഃ മുന്നോട്ട് തള്ളിക്കയറിയും, ദ്വന്ദ്വയോധിനഃ ദ്വന്ദ്വയുദ്ധമുറയോടുകൂടി ഈ രണ്ടുപേരായിട്ട്, മിഥഃ യുയുധുഹു പരസ്പരം യുദ്ധം ചെയ്തു. ഇനിയുള്ള ശ്ലോകങ്ങളിൽ ഈ ദ്വന്ദ്വയുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ് എന്ന വിശേഷണങ്ങളും പിന്നീട് ആ വലിയ യുദ്ധത്തിന്റെ വിശേഷങ്ങളുമാണ്. 41-ാമത്തെ ശ്ലോകം. ബലിർ മഹേന്ദ്രം ദശഭിസ്ത്രിഭിഃ ഐരാവതം ശരൈഃ ചതുർഭിശ്ചതുരോ വാഹാൻ ഏകേന ആരോഹം ആർച്ചയത്.
മഹാബലി ദശഭിഹി ശരൈഹി 10 ശരങ്ങളെ കൊണ്ട് മഹേന്ദ്രം ദേവേന്ദ്രനെയും ത്രിഭിഹി 3 കൊണ്ട് ഐരാവതത്തെയും ചതുർഭിഹി 4 കൊണ്ട് ചതുരഹ വാഹാൻ 4 ഐരാവതത്തിന്റെ പാദരക്ഷകന്മാരെയും ഏകേന ആരോഹം ഒന്നുകൊണ്ട് ഒരമ്പുകൊണ്ട് 1-ാം പാപ്പാനെയും ആർച്ചയത് എയ്തു വീഴ്ത്തി. 42-ാമത്തെ ശ്ലോകം. സ താൻ ആപതതഃ ശക്രഃ താവദ്ഭി ശീഘ്രവിക്രമഃ ചിച്ഛേദ നിശിതൈർഭല്ലൈഃ അസംപ്രാപ്താൻ ഹസന്നിവ. ശീഘ്രവിക്രമഃ ദ്രുതപരാക്രമിയായ സഹ ശക്രഃ ആ ദേവരാജാവ് ആപതതഃ തന്റെ നേർക്ക് നേരിട്ടണയുന്ന താൻ ആ ശരങ്ങളെ അസംപ്രാപ്താൻ തന്റെ അടുത്തെത്തുന്നതിന് മുൻപായി താവദ്ഭിഹി നിശിതൈഹി അത്രയും എണ്ണം വരുന്ന കൂർത്തുമൂർത്ത ഭല്ലൈഹി ഭല്ലാസ്ത്രങ്ങൾ കൊണ്ട് ഹസന്നിവ ചിരിച്ചുകൊണ്ട് തന്നെ ചിച്ഛേദ എയ്തു മുറിച്ചു. 43-ാമത്തെ ശ്ലോകം. തസ്യ കർമ്മോത്തമം വീക്ഷ്യ ദുർമർഷഃ ശക്തിം ആദദേ താം ജ്വലന്തീം മഹാ ഉൽക്കാഭാം ഹസ്തസ്ഥാം അച്ഛിനത് ഹരിഹി. തസ്യ ആ ഇന്ദ്രന്റെ ഉത്തമം കർമ്മ വീക്ഷ്യ മികച്ച പ്രകടനം കണ്ടിട്ട് ദുർമർഷഃ അസഹിഷ്ണുവായി തീർന്ന മഹാബലി ശക്തിം വേലായുധത്തെ ആദദേ കയ്യിലെടുത്തു. ജ്വലന്തിം ഉജ്ജ്വലിക്കുന്നതും മഹാ ഉൽക്ക ആഭാം വലിയ തീപ്പന്തത്തിന്റെ അത്രയും കാന്തിയുള്ളതുമായ താം ആ വേലായുധത്തെ ബലിയുടെ ഹസ്തസ്ഥാം കയ്യിലിരിക്കെ തന്നെ ഹരിഹി ഇന്ദ്രൻ അച്ഛിനത് എയ്തു മുറിച്ചു. 44. തതശൂലം തതഃപ്രാസം തതഃ തോമരം ഋഷ്ടയഃ യത് യത് ശസ്ത്രം സമാദദ്യാത് സർവം തത് അച്ഛിനത് വിഭുഃ. തതശൂലം പിന്നെ ശൂലം, തതഃ പ്രാസം പിന്നെ കുന്തം, തതഃ തോമരം അതിനുശേഷം ഏറുകുന്തം, ഋഷ്ടയഃ ഈട്ടികൾ, ഇങ്ങനെ യത് യത് ശസ്ത്രം ഏതേതായുധം സമാദദ്യാത് എടുത്താലും തത് സർവം അതെല്ലാം വിഭുഹു സമർത്ഥനായ ഇന്ദ്രൻ അച്ഛിനത് എയ്തു മുറിച്ചു. നേരിട്ട് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഈ അസുരനായ ബലി ഒരു മായാവിദ്യ പ്രയോഗിക്കുകയാണ്. 45-ാമത്തെ ശ്ലോകം. സസർജ അധ ആസുരീം മായാം അന്തർധാനഗത അസുരഃ തത പ്രാദുരഭൂത് ശൈലഃ സുരാനീക ഉപരി പ്രഭോ. അഥ അനന്തരം അസുരഃ അസുരനായ ബലി അന്തർധാനഗതഃ പെട്ടെന്ന് മറഞ്ഞു പോവുക എന്ന തിരസ്കരിണീ വിദ്യയെ അവലംബിച്ച് മറഞ്ഞു നിന്നുകൊണ്ട് ആസുരീം മായാം സസർജ അസുരോചിതമായ മായയെ സൃഷ്ടിച്ചു. തതഃ അതിൽ നിന്ന് സുരാനീക ഉപരി ദേവസേനകളുടെ തലയ്ക്കുമീതെ ഒരു വലിയ ശൈലഃ പർവ്വതം പ്രാദുരഭൂത് പ്രത്യക്ഷപ്പെട്ടു. 46. തതോ നിപേതുഹു തരവോ ദഹ്യമാനാദവാഗ്നിന ശിലാ സടംഗ ശിഖരാഹ ചൂർണയന്ത്യോ ദ്യുഷത് ബലം. തതഃ അതിൽ നിന്ന് ദവാഗ്നിന കാട്ടുതീയാൽ ദഹ്യമാനാഹ ദഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന തരവഹ മരങ്ങളും സടംഗശിഖരാഹ കല്ലുളി പോലെ അറ്റം കൂർത്തിരിക്കുന്ന ശിലാഹ പാറക്കഷ്ണങ്ങളും ദ്വിഷത് ബലം ശത്രു സൈന്യത്തെ ചൂർണയന്ത്യഹ പൊടിപെടുത്തിക്കൊണ്ട് നിപേതുഹു അങ്ങനെ വീണു തുടങ്ങി. 47. മഹാ ഉരഗാഹ സമുത്പേതുഹു ദന്തശൂകാഹ സവൃശ്ചികാഹ സിംഹ വ്യാഘ്ര വരാഹാശ്ച മർദ്ദയന്തോ മഹാഗജാൻ. വലിയ സർപ്പങ്ങളും മഹാ ഉരഗാഹ സവൃശ്ചികാഹ തേളുകൾ ഉൾപ്പെടെയുള്ള ദന്തശൂകാഹ മറ്റനേകം വിഷജീവികളും മഹാഗജാൻ ദേവസൈന്യത്തിലുള്ള വലിയ കൊമ്പനാനകളെ മർദ്ദയന്തഹ ആക്രമിച്ചമർത്തുന്ന സിംഹവ്യാഘ്ര വരാഹാച്ച സിംഹങ്ങൾ, പുലികൾ, പന്നികൾ മുതലായവയും സമുത്പേതുഹു പൊന്തിവന്നു. 48. യാതുധാന്യഃ ച ശതശഃ ശൂലഹസ്താ വിവാസസഃ
ഛിന്ദി ഭിന്ദി ഇതി വാദിന്യഃ തഥാ രക്ഷോഗണാഃ പ്രഭോ. അല്ലയോ രാജാവേ, ശൂലഹസ്താഹ, ശൂലം കരത്തിലെടുത്തുകൊണ്ട് ഛിന്ദി ഭിന്ദി, വെട്ടുക മുറിക്കുക, ഇതി വാദിന്യഃ, ഇങ്ങനെ ആർത്ത് പറയുന്ന വിവാസസഹ, നഗ്നകളായ ശതശഃ, നൂറുകണക്കിന് യാതുധാന്യഃ ച, രാക്ഷസികളും തഥാ രക്ഷോഗണാഹ, അതുപോലെ രാക്ഷസക്കൂട്ടങ്ങളും പ്രത്യക്ഷപ്പെട്ടു. ഇതെല്ലാം ആ മായാപ്രയോഗമാണ്. 49 തതോ മഹാഘനാ വ്യോംനി ഗംഭീര പരുഷസ്വനാഹ അങ്കാരാൻ മുമുചുഹു വാതൈഃ ആഹതാഹ സ്തനയിത്നവഃ. തതഃ, അതിനെ തുടർന്ന്, വ്യോംനി, ആകാശത്തിൽ, ഗംഭീര പരുഷസ്വനാഹ, അതിഘോരമായ കർക്കശധ്വനിയോടുകൂടിയവയും, സ്തനയിത്നവഃ, മിന്നലൊളി ചിതറുന്നവയുമായ മഹാമേഘാഹ, വമ്പിച്ച കരിങ്കാറുകൾ, വാതൈഹി ആഹതാഹ, കാറ്റുകളാൽ അടിച്ചു ചിതറിക്കപ്പെട്ട്, അങ്കാരാൻ, തീക്കനലുകളെ, മുമുചുഹു, വർഷിച്ചു തുടങ്ങി. 50 സൃഷ്ടോ ദൈത്യേന സുമഹാൻ വഹ്നിഃ ശ്വസന സാരഥിഃ സാവർത്തക ഇവ അത്യുഗ്രോ വിബുധ ധ്വജിനീം അഥാക്. ദൈത്യേന, ആ അസുരപുങ്കവനായ മഹാബലിയാൽ സൃഷ്ടഃ, ഉണ്ടാക്കപ്പെട്ടതും, സാവർത്തകഃ ഇവ, കൽപ്പാന്തകാലാഗ്നി പോലെ, അത്യുഗ്രഹ, അതിഭീഷണമായതും, സുമഹാൻ വഹ്നിഃ, വമ്പിച്ചതുമായ തീജ്വാല, ശ്വസനസാരഥിഃ, കാറ്റിന്റെ സഹായത്തോടുകൂടെ ചേർന്ന്, വിബുധ ധ്വജിനീം, ദേവന്മാരുടെ പ്രമുഖ സൈന്യത്തെയെല്ലാം അഥാക്, ദഹിപ്പിച്ചു തുടങ്ങി. 51 തതഃ സമുദ്ര ഉദുവേള സർവതഃ പ്രത്യദൃശ്യത പ്രചണ്ഡവാതൈരുദ്ധൂത തരംഗാവർത്തഭീഷണഃ. തതഃ, അതിനുശേഷം, പ്രചണ്ഡവാതൈഹി, അത്യുഗ്രമായ കൊടുങ്കാറ്റുകളാൽ, ഉദ്ധൂതം, ആഞ്ഞുയർന്ന, തരംഗാവർത്തഭീഷണഃ, തിരമാലകളാലും ചുഴികളാലും ഭീതിജനകമായ സമുദ്രഃ, ഉദ്വേളഃ, കരയേന്തി വരുന്നത്, സർവതഃ പ്രത്യദൃശ്യത, എങ്ങും കാണപ്പെട്ടു. 52 ശ്ലോകം. ഏവം ദൈത്യൈർ മഹാമായൈ അലക്ഷ്യഗതിഭീഷണൈ സൃജ്യമാനാസു മായാസു വിഷേദു സുരസൈനികാഃ. ഏവം, ഇപ്രകാരം, മഹാമായൈഹി, വലിയ മായാവികളും, അലക്ഷ്യഗതിഭീഷണൈഹി, അദൃശ്യമായ സഞ്ചാരങ്ങളാൽ ഭയങ്കരന്മാരുമായ, ദൈത്യൈഹി, മറ്റുള്ള അസുരന്മാരാലും, മായാസു സൃജ്യമാനാസു, മായകൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കെ, സുരസൈനികാഹ വിഷേദുഹു, ദേവഭടന്മാർ വിഷണ്ണരായി. നേർക്കുനേർ യുദ്ധം ചെയ്തിരുന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ഇത് എപ്പോൾ, എവിടെ നിന്ന്, എന്താണ് സംഭവിക്കുക എന്നറിയാത്തൊരവസ്ഥയായി. അങ്ങനെ വീണ്ടും സഹായത്തിനായി ഭഗവാനെ തന്നെ ആശ്രയിച്ചു. 53 ശ്ലോകം. നതത് പ്രതിവിധിം യത്ര വിദുഹു ഇന്ദ്രാദയോ നൃപ ധ്യാത പ്രാദുരഭൂത് തത്ര ഭഗവാൻ വിശ്വഭാവനഃ. യത്ര, എപ്പോൾ, ഇന്ദ്രാദയഃ, ഇന്ദ്രാദിദേവന്മാർ, ഈ മായാപ്രയോഗങ്ങൾക്ക് ഒരു പ്രതിവിധി, തത്പ്രതിവിധിം ന വിദുഹു, അറിയാതെ വന്നുവോ, തത്ര, അപ്പോൾ, വിശ്വഭാവനഃ ഭഗവാൻ, ലോകസംരക്ഷകനായ മഹാവിഷ്ണു, അവരാൽ ധ്യാതഃ, ധ്യാനിക്കപ്പെട്ട് അവരുടെ മുന്നിൽ പ്രാതുരഭൂത്, പ്രത്യക്ഷീഭവിച്ചു. ഭഗവാനെ വർണ്ണിക്കുന്നു. 54 ശ്ലോകം. തത സുപർണ അംസഹൃത അംഘ്രിപല്ലവ നിശങ്കവാസ നവകഞ്ചലോചന അദൃശ്യത അഷ്ടായുധപാണിഹി ഉല്ലസത് ശ്രീ കൗസ്തുഭാൻ അർഘ്യ കിരീടകുണ്ടലഃ. സുപർണൻ, ഗരുഡൻ, ഗരുഡന്റെ അംസം, തോളത്ത് വെച്ച കൃത അംഘ്രിപല്ലവം, നല്ല പാദപല്ലവത്തോടു കൂടിയ, പിശങ്കവാസ, മഞ്ഞപ്പട്ടുടുത്ത, നവകഞ്ചലോചനഃ, ചെന്താമര പോലെയുള്ള തൃക്കണ്ണുകളോടുകൂടിയ, അഷ്ടായുധപാണിഹി, 8 തൃക്കരങ്ങളിലും ആയുധങ്ങൾ ധരിച്ച്, ഉല്ലസത്, പരിലസിക്കുന്ന, ശ്രീ കൗസ്തുഭ അനർഘ്യ കിരീട കുണ്ടലം, ശ്രീവത്സം, കൗസ്തുഭം തുടങ്ങിയ ആഭരണങ്ങളോടുകൂടിയ ഭഗവാൻ തതഃ അദൃശ്യത, അവിടെ കാണപ്പെട്ടു. 55 തസ്മിൻ പ്രവിഷ്ടേ അസുരകൂട കർമ്മജ
മായാവിനേഷുർ മഹിനാ മഹീയസ സ്വപ്നോ യഥാഹി പ്രതിബോധ ആഗതേ ഹരിസ്മൃതി സർവവിപത് വിമോക്ഷണം. തസ്മിൻ പ്രവിഷ്ടേ, അങ്ങനെ ഭഗവാൻ വന്നു ചേർന്നതും അസുരകൂട്ട കർമ്മജാഹ, അസുരന്മാരുടെ ആഭിചാരമന്ത്ര പ്രയോഗം കൊണ്ടുണ്ടായ മായാഹ, മായകൾ, മഹീയസഹ, മഹിമയോടെ നിലകൊള്ളുന്ന ആ ഭഗവാന്റെ മഹിന പ്രഭാവത്താൽ പ്രതിബോധേ, ഉണർവ് സംഭവിച്ചപ്പോൾ, ആഗതേ സ്വപ്നഹയഥ, ഒരു സ്വപ്നം കണ്ടെഴുന്നേറ്റതുപോലെ ആ ഒരു മായാ പ്രകടനങ്ങൾ വിനേഷുഹു, തീർത്തും ഇല്ലാതെയായി. അതൊരു സ്വപ്നം പോലെ അവർക്ക് അനുഭവപ്പെട്ടു. ഇപ്പോഴെല്ലാം ശാന്തമായി. എന്നിട്ട് പറയുന്നു ഹരിസ്മൃതി, ഭഗവാൻ ശ്രീഹരിയെ സ്മരിക്കുന്നത് പോലും സർവ ആവത് വിമോക്ഷണം, സകല വിപത്തുകളിൽ നിന്നും മോചനമുണ്ടാക്കുന്നു. ഇങ്ങനെയുള്ള ഭഗവാനെ ആക്രമിക്കാനായിട്ട് കാലനേമി എന്ന അസുരൻ മുന്നോട്ട് വന്നു. 56. ദൃഷ്ട്വാ മൃധേ ഗരുഡവാഹം ഇഭാരിവാഹ ആവിധ്യ ശൂലം അഹിനോത് അധ കാലനേമി തല്ലീലയാ ഗരുഡമൂർധ്നി പതദ് ഗൃഹീത്വാ തേന അഹനത് നൃപ സവാഹം അരിം ത്ര്യധീശഃ. അനന്തരം ഇഭാരിവാഹ, സിംഹവാഹനനായ കാലനേമി ഗരുഡവാഹനനായ ഭഗവാനെ ആ മൃധേ ദൃഷ്ട്വ, യുദ്ധത്തിൽ കണ്ടിട്ട് തൻ്റെ ശൂലം ആവിധ്യ, ശൂലായുധത്തെ ചുഴറ്റി അഹിനോത്ത്, എറിഞ്ഞു. ഗരുഡമൂർധ്നി, ഗരുഡന്റെ ശിരസിൽ പതത്, വന്നു വീഴുമായിരുന്ന തത്, ആ ശൂലായുധത്തെ ത്ര്യധീശഃ, ഭഗവാൻ ലീലയാ ഗൃഹീത്വ, കളിയോടെ കടന്നു പിടിച്ച് അതേ ശൂലായുധം കൊണ്ട് അരിം, ശത്രുവിനെ, ഈ കാലനേമിയെ, സവാഹം, അവന്റെ വാഹനത്തോടുകൂടെ അഹനത്ത്, വധിച്ചു. 57. മാലി സുമാലി അതിബലൗ യുധിപേതതുഹു യച്ചക്രേണ കൃത്തശിരസൗ അധ മാല്യവാൻ തം ആഹത്യ തിഗ്മഗതയാ അഹനത് അണ്ഡജേന്ദ്രം താവത് ശിരഃ അച്ഛിനത് അരേഹേ നദതഃ അരിണ ആദ്യഃ. അതിബലൗ മാലി സുമാലി, ബലവാന്മാരായ മാലിയും സുമാലിയും പിന്നീട് നടന്ന യുദ്ധത്തിൽ ഭഗവാന്റെ ചക്രത്താൽ യച്ചക്രേണ കൃത്തശിരസൗ, തലയറുക്കപ്പെട്ട് നിലം പതിച്ചു. ആ സമയത്ത് ഭഗവാനെ ആക്രമിക്കാനായിട്ട് മാല്യവാൻ ആഹത്യ, എതിരിട്ട് തിഗ്മഗതയ, ഊക്കൻ ഗത കൊണ്ട് അണ്ഡജേന്ദ്രം, ഗരുഡനെ അഹനത്ത്, പ്രഹരിച്ചു. താവത്ത്, അപ്പോഴേക്കും ആദ്യഃ, ആദിപുരുഷനായ ഭഗവാൻ നദതഃ അരേഹെ, ഗർജിച്ചുകൊണ്ടിരിക്കുന്ന ആ ശത്രുവിന്റെ, മാല്യവാന്റെ ശിരസിനെ അരിണ അച്ഛിനത്, തൻ്റെ സുദർശന ചക്രം കൊണ്ട് അറുത്തിട്ടു. ഈ ഒരു ശ്ലോകത്തോടെ 10ാമത്തെ അധ്യായവും അവസാനിക്കുന്നു. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ ദേവാസുര സംഗ്രാമേ 10മോ അധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.